വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതായത് ഇപ്പം ഒരു മൾട്ടിപ്പിൾ റോൾസ് ഹാൻഡിൽ ചെയ്യുന്ന ഒരാളാണ് ഇപ്പോൾ. അതായത് ഇപ്പം ഒരു മദറായിട്ടും അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് അതിൽ കൂടുതൽ ഇപ്പം മദർ എന്തായാലും വലിയ കാര്യം തന്നെയാണ്. ഭയങ്കര ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ആളാണ്, എല്ലാവർക്കും റോൾ മോഡൽ ആയിട്ടുള്ള ആളാണ്. അപ്പം ഈ എല്ലാ കാര്യങ്ങളും നല്ല ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്ന സമയത്ത് എങ്ങനെയാണ് ഈ ഹെൽത്ത് ആൻഡ് വെൽനെസ്സും കൂടി അതിൻ്റെ കൂടെ ശ്രദ്ധിക്കാൻ പറ്റുന്നത്? എന്തായാലും കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഒഴിവാക്കില്ല, നമുക്കറിയാം നമ്മുടെ ഹെൽത്ത് നമ്മൾ തന്നെ നോക്കണം. അപ്പം ചില കാര്യങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ചെയ്യേണ്ടി വരും. ഇപ്പം നമുക്ക് പാനിപ്പൂരി കഴിക്കാൻ തോന്നിയാൽ നമ്മൾ പാനിപ്പൂരി കഴിക്കേണ്ട വേണം. അല്ലാതെ ബേസിക് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ അതെന്താണ് വെൽനെസ് ആൻഡ് ഫിറ്റ്നസ് നോക്കുമ്പോൾ? ഫസ്റ്റ് ഓഫ് ഓൾ ഇതൊരു നല്ല ക്വസ്റ്റ്യൻ ആണ്. ബിക്കോസ് ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ മിസ്റ്റേക്കിലൂടെയാണ് ഇത് ഞാൻ പഠിച്ചത്. സോ ആദ്യം ആഫ്റ്റർ ഡെലിവറി കുറേ പേര് പറയും അവൾ കഴിക്കട്ടെ അങ്ങനെ പറയും. കുറേ പേര് നമുക്ക് ഫീഡ് ആക്ച്വലി വിശപ്പേ ഇല്ലാണ്ടിരുന്ന ടൈമിൽ പോലും ഇവർ ഫീഡ് ചെയ്ത് നല്ലപോലെ വെയിറ്റ് ചെയ്യാൻ വരുമ്പോൾ ഇവരൊന്നും കാണത്തില്ല. മഷി നോക്കി ഈ തന്നവരെ കാണത്തില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി അങ്ങനെ എല്ലാവരും പറയുന്നത് കേൾക്കരുത്. യു ഷുഡ് ലിസൺ ടു യുവർ ബോഡി. അതായത് വാട്ട് ഫീൽസ് റൈറ്റ് ആൻഡ് കറക്റ്റ് ആൻഡ് ഹെൽത്തി. സംടൈംസ് നമ്മൾ അൺഹെൽത്തി ആയിട്ട് കുറേ വാരി പിടിച്ച് കഴിക്കുമ്പോൾ ആ സമയത്തുള്ളൊരു പ്രഷർ അല്ലാണ്ട് പിന്നെ വി ഫീൽ വെരി ഡേർട്ടി. ആക്ച്വലി ദാറ്റ്സ് ദ വേർഡ്. യു ഫീൽ വെരി ലത്താർജിക്, ഡേർട്ടി ആൻഡ് യു ഫീൽ വെരി വേണ്ടായിരുന്നു എന്നുള്ളൊരു ഫീലിംഗ്. അപ്പം ഐ തിങ്ക് ദാറ്റ്സ് അനദർ റീസൺ why I wanted to നല്ല ഫുഡ് കഴിക്കാൻ തുടങ്ങിയത്. Another thing is finding time. അതും ഒരു trial and error. Initially I used to start workout 4 o'clock, 5 our time. It didn't work out. Didn't work out. Then we shifted it to 10 o'clock or something. ഇപ്പം ഞങ്ങൾ വർക്കൗട്ട് ചെയ്യുന്ന ടൈം പിന്നെ മാറ്റിയിട്ടുണ്ട്. 5:30 രാവിലെ ഞാൻ ശ്രീനി എഴുന്നേറ്റ് 5:45 കാർ എടുത്ത് we go to another gym that's outside. നരേന്ദ്രൻ്റെ ഒരു ജിമ്മിലാണ് പോകുന്നത്. 6 മണിക്ക് ഞങ്ങളുടെ ട്രെയിനർ അവിടെ ഉണ്ടാവും. സോ ഞാൻ ശ്രീനി ഒരുമിച്ച് we work out for like half an hour, 45 minutes. ഹെവി വർക്കൗട്ട് ഒന്നും ഞാൻ ചെയ്യില്ല. ബിക്കോസ് ആഫ്റ്റർ ഡെലിവറി എൻ്റെ സ്റ്റമക്ക് മസിൽസ് ഒക്കെ ടൈറ്റ് ആക്കാനുള്ള അങ്ങനത്തെ സിമ്പിൾ സാധനങ്ങളാണ്. ബിക്കോസ് ഹെവി ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എനിക്കത് പേടിച്ചിട്ട് ഞാൻ പിന്നെ പോകാണ്ടാവായിട്ടുണ്ട്. സോ മൈ ട്രെയിനർ നോസ് പേർലീനെ ഓവറായിട്ട് ചെയ്യിപ്പിക്കരുത്. അപ്പം എന്നെ ഹാപ്പി ആക്കി എനിക്കിഷ്ടമുള്ള പോലത്തെ സിമ്പിൾ വർക്കൗട്ട്സ്. സോ ദാറ്റ് സി വർക്കൗട്ട് ഡയറ്റ് എന്നൊക്കെ പറയുന്നത് ഒരു ചെറിയ ഷോർട്ട് ടേം ഗോൾ അല്ല. ആക്ച്വലി ഇറ്റ്സ് എ ലൈഫ് ലോങ് നമ്മൾ അഡാപ്റ്റ് ചെയ്യുന്ന ഒരു ലൈഫ് സ്റ്റൈലായിട്ടാണ് എനിക്ക് തോന്നുന്നത്. സോ അത് ഇപ്പം ലൈഫ് ലോങ് എന്താ എനിക്ക് ചെയ്യാൻ പറ്റുക അതാണ് ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ I think finding time is also depends on people from me. ഇപ്പോൾ ഇത് പറഞ്ഞ സമയത്ത് എനിക്ക് ഒരു കാര്യം കൂടി ചോദിക്കാനുള്ളതെന്ന് വെച്ചാൽ ഈ ഡെലിവറി കഴിഞ്ഞ ആൾക്കാർ ഇപ്പം തന്നെ നമ്മൾ കണ്ടല്ലോ എല്ലാവരും പേളി മോക്ക് എന്ത് ഡ്രസ്സ് വാങ്ങിച്ചു അല്ലെങ്കിൽ പേളുടെ സെലിബ്രേഷൻസ് എങ്ങനെയാണ് അങ്ങനെയൊക്കെ നോക്കുന്നുണ്ട്. ഒരുപാട് ആൾക്കാരത് ശരിക്കും പറഞ്ഞാൽ റോൾ മോഡലാക്കി എടുക്കുന്നവരുണ്ട്. ഈ പോസ്റ്റ് ഡെലിവറി ഫിറ്റ്നസിനെ കുറിച്ച് എന്തെങ്കിലും കാര്യം ഒരു ചെറിയൊരു മെസ്സേജ് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്തെങ്കിലും നമ്മളുടെ ഫോളോവേഴ്സിനോ അല്ലെങ്കിൽ ഞങ്ങളുടെ ക്ലയൻസിനോ പറഞ്ഞു കൊടുക്കാൻ ഉണ്ടാവും? നിലയുടെ ടൈമിൽ when I was pregnant I didn't do anything. Like I was മിണ്ടാണ്ടിരിക്കുക അടങ്ങിയിരിക്കുക അങ്ങനെയായിരുന്നു. പക്ഷെ നിതാരയുടെ ടൈം ആയപ്പോഴേക്കും I realized pregnancy ടൈമിൽ നമ്മൾ ആക്റ്റീവ് ആയിട്ടിരിക്കണം. There are certain small poses and yoga and stretching like butterfly. അപ്പോൾ രാത്രി മറ്റേ ബോളിൽ ഒരു എർത്ത് ബോൾ ഉണ്ട്, അതിൻ്റെ മേളിൽ ഇരുന്നാണ് ടി വി കാണുന്നത്. ലൈക്ക് ഇരിക്കുന്ന പോസ്ചർ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. എസ്പെഷ്യലി 3rd ട്രൈമസ്റ്ററിൽ നമ്മൾ ഇങ്ങനെ ചാരി ഇരിക്കരുത് അധികം. മാക്സിമം നമ്മുടെ പോസ്ചർ സോ ദാറ്റ് ദ ബേബി ഇസ് ഇൻ എ പൊസിഷൻ ടു കം ഔട്ട് ഈസിലി. അത് എൻഗേജ്. അപ്പം see I was 34 when I gave birth to Nitara, but I was able to give a normal delivery for Nitara and Nila, and I believe it's mainly because I was keeping myself active. ലാസ്റ്റ് മന്തൊക്കെ എനിക്ക് നടക്കാൻ ഭയങ്കര മടിയായിരിക്കും. പക്ഷേ ശ്രീനി ഞാനും കൂടി ഇങ്ങനെ കഴിച്ച് പതുക്കെയാണെങ്കിലും വി വിൽ മേക്ക് ഷുവർ ഐ വാക്ക് അറ്റ്ലീസ്റ്റ് ഫോർ 10 minutes എങ്കിലും ഡെയിലി രാത്രിയോ എപ്പോഴെങ്കിലും നടക്കണം എന്ന് പറയും. അപ്പം ടു കീപ് യുവർ സെൽഫ് ഫിസിക്കലി ഫിറ്റ്, ഈറ്റിംഗ് ഹെൽത്തി. അതും പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോഴും നമ്മുടെ അടുത്ത് എന്ത് ഇഷ്ടമുള്ളത് കഴിച്ചോട്ടെ എന്നൊക്കെ പറയും. പക്ഷേ എങ്കിലും അപ്പോഴും കുറച്ചൊക്കെ ഹെൽത്തി ആയിട്ട് തന്നെ കഴിക്കുക. അപ്പം പോസ്റ്റ് പാർട്ടം ഗെറ്റ്സ് ഈസിയർ എന്ന് എനിക്ക് തോന്നുന്നു. ആൻഡ്
after delivery, I think I started my slow workout after 2 months. 2 months കഴിഞ്ഞിട്ട് again my gym trainer came home and he started slow ആയിട്ടുള്ള സാധനങ്ങൾ പിന്നെ again ഡയറ്റ് തുടങ്ങി 2 months കഴിഞ്ഞിട്ട്. പക്ഷേ my intention was not to become slim അല്ല അത് ആ സമയത്ത്. It was just to feel active, to keep my body moving. അതായിരുന്നു intention. ഒരു ക്വസ്റ്റ്യൻ കൂടി പോസ്റ്റ്മോർട്ടം റിലേറ്റ് ചെയ്ത് എനിക്ക് ചോദിക്കണമെന്നുണ്ട്. അതായത് മെന്റൽ ഹെൽത്തിനെ കൂടി കണക്ട് ചെയ്യുന്നു, നോട്ട് ഓൺലി ഫിറ്റ്നസ്, ഫിസിക്കൽ ഫിറ്റ്നസ് അല്ല എന്ന് ഉദ്ദേശിക്കുന്നത്. ചില കേസസിൽ ലേഡീസ്, എനിക്ക് പേഴ്സണലി എക്സ്പീരിയൻസ് ചെയ്തൊരു പോസ്റ്റ്മോർട്ടം ബ്ലൂസ് എന്ന് പറഞ്ഞൊരു സംഭവം, അങ്ങനൊരു സംഭവം പേളിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടോ? അതായത് ഒരു ഡെലിവറി കഴിഞ്ഞ ഒരു 3 ദിവസം അല്ലെങ്കിൽ ഒരു 4 ദിവസം കഴിയുമ്പോൾ മെന്റലി ഭയങ്കരമായിട്ട് ഒരു വിഷമം വരിക, അങ്ങനെ എന്തെങ്കിലും ചിലപ്പോൾ ഒരു ദിവസത്തേക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ സങ്കടമോ അങ്ങനെ എന്തെങ്കിലും ഡിപ്രഷൻ? കാരണം ഒരുപാട് ആൾക്കാർ അത് ഫേസ് ചെയ്യാറുണ്ട്. ഒരു ഡിപ്രഷൻ പോലെ എന്തുകൊണ്ടാണെന്ന് അറിയില്ല, അങ്ങനെ സംഭവം ചില ആൾക്കാർ ഒരു ദിവസമെങ്കിലും അങ്ങനെ വരാറുണ്ട്. ചില ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് കൂടിപ്പോകും, ആ ഒരു ഡ്യൂറേഷൻ കൂടും. അതാണ് ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്നൊക്കെ പറഞ്ഞു പോകുന്നത്. അങ്ങനെ എന്തെങ്കിലും അങ്ങനെ ഒരു കേസ് പറയാനുണ്ടോ? അല്ലെങ്കിൽ അങ്ങനെയുള്ള ആ ഒരു ഫേസ് അത് ആ ഒരു സ്റ്റേജ് ഫേസ് ചെയ്യുന്ന ആൾക്ക് എന്തെങ്കിലും ഒരു ടിപ്പോ സജഷനോ നീ കൊടുക്കാനുണ്ടോ? ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും ബാക്കിയുള്ള ആൾക്കാർക്ക്. സോ ഐ ബിലീവ് ഒരു ജീവനാണല്ലോ നമ്മുടെ ബോഡിയിൽ വളർന്ന് നമ്മുടെ അടുത്ത് നിന്ന് പുറത്തേക്ക് പോയിരിക്കുന്നത് അല്ലേ? സോ വെൻ വി ഗിവ് ബർത്ത് നമ്മുടെ ബോഡിയിൽ ഭയങ്കര ഹോർമോണൽ ചേഞ്ചസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ യുവർ ബോഡി ഇസ് ടേക്കിംഗ് കെയർ ഓഫ് എ ബേബി. ആ ബേബി ഹെൽത്തി ആയിട്ട് ബീറ്റ് ചെയ്യുന്നു, ഹാർട്ട് ബീറ്റ് ഒക്കെ ചെയ്ത് വളർന്ന് ഇപ്പം ഇറ്റ്സ് 3.5 കിലോ ബേബി ആയിരുന്നു എൻ്റെ. ഇപ്പം അത്രയും വലിയൊരു ബേബി നമ്മുടെ ബോഡിയിൽ പോകുമ്പം ഒബ്വിയസ്ലി ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ദ ബേബി ദാറ്റ്സ് ഗോൺ ഔട്ട്, ദെർ ആർ ലോട്ട് ഓഫ് തിങ്സ് ദാറ്റ്സ് ഗോൺ ഔട്ട് ഓഫ് യുവർ ബോഡി. ആൻഡ് പെട്ടെന്ന് നമ്മുടെ ബോഡി അതിനോട് അഡാപ്റ്റ് ചെയ്യണം എന്നുള്ളതാണ്. സോ ഈ ഒരു ടൈമിൽ ദർ ഇസ് എ ലോട്ട് ഓഫ് ഷിഫ്റ്റ്സ് ദാറ്റ് ഹാപ്പൻ ഇമോഷണലി. ഇപ്പം നമുക്ക് മേ ബി ഡ്യൂറിങ് ആ പീരിയഡ്സ് ചിലപ്പോൾ 2 days ബിഫോർ നമുക്കൊരു മൂഡ് സ്വിങ്സ് വരാം, ചിലപ്പോൾ പെട്ടെന്ന് ദേഷ്യം വരാം, സങ്കടം വരാം. അപ്പം അത് നമ്മളുടെ സ്വഭാവം അങ്ങനെ അല്ല, പക്ഷെ നമ്മൾ ഞാനിങ്ങനെയല്ല എങ്ങനെ എന്നുള്ള അവസ്ഥയായിരിക്കും ചിലപ്പോൾ. അപ്പോൾ ആ സമയത്ത് ഇഫ് യു ആർ അവെയർ, എൻ്റെ ഡേറ്റ് എടുക്കാറായി അതുകൊണ്ടാട്ടോ എനിക്കിങ്ങനെ വരുന്നത് എന്ന് നമ്മൾ കോൺഷ്യസ് ആണെങ്കിൽ നമ്മൾ അതിനോട് റിയാക്ട് ചെയ്യുന്ന രീതി വേറെ ആയിരിക്കും. ആ ദേഷ്യം നമ്മൾ ടേക്ക് ഓവർ ചെയ്യാൻ സമ്മതിക്കില്ല അല്ലേ? എൻ്റെ ഡേറ്റ് എടുത്തിരിക്കുകയാണ് അതുകൊണ്ടാണ് കൺട്രോൾ എന്ന് പറയും. ഇതേ നമ്മൾ കോൺഷ്യസേ അല്ല നമ്മുടെ പീരിയഡ് സൈക്കിളോ ഒന്നും. അപ്പം നമുക്കൊരു മൂഡ് സ്വിങ് നമ്മൾ ഇതെനിക്ക് റിയൽ ആയിട്ട് വന്ന ദേഷ്യമാണ്, അതുകൊണ്ട് നമ്മൾ അനലൈസ് പോലും ചെയ്യാണ്ട് ആ ദേഷ്യത്തിന് നമ്മൾ എന്ത് ചെയ്യും? ടേക്ക് ഓവർ ചെയ്യാൻ സമ്മതിക്കും. ഇതേപോലെ തന്നെ we need to be prepared emotionally, not just physically, while having a baby, because a baby requires ഭയങ്കര അറ്റൻഷൻ അല്ലേ? ആ ബേബി ആരെ വിശ്വസിച്ച് എങ്ങോട്ട് വന്നേക്കണം? നമ്മുടെ അമ്മേനെ മാത്രം സത്യം പറയാൻ അല്ലേ? അപ്പം ആ അമ്മ ഫിസിക്കലി പാല് മാത്രം കൊടുത്താൽ മതിയോ? ഇല്ല, ഇമോഷണലി സ്ട്രോങ് ആയിരിക്കണം. അമ്മയ്ക്ക് എത്ര വയറുവേദന ഉണ്ടെങ്കിലും സ്റ്റിച്ചസ് ഉണ്ടെങ്കിലും എന്തൊക്കെ ഉറക്കം എല്ലാ പ്രശ്നങ്ങളും അമ്മയ്ക്കുണ്ടാവും, പക്ഷേ അന്ന് ആ കുഞ്ഞിനെ പ്രൊട്ടക്ട് ചെയ്യാൻ അമ്മ നിന്നേ പറ്റൂ. അതാണ് ഒരു അമ്മ എന്ന് പറയുന്നത്. അപ്പോൾ ആ സമയത്ത് നമുക്ക് എത്ര വേദന വന്നാലും എന്തൊക്കെ വന്നാലും ആ കുഞ്ഞിൻ്റെ മുഖത്ത് നോക്കിയാൽ ഇറ്റ് വിൽ ഗിവ് യു നമ്മൾ പോലും അറിയാത്ത ഒരു ശക്തി നമ്മുടെ അകത്ത് വരും. ടു ബി സ്ട്രോങ്. വേദന വന്നാലും കുഴപ്പമില്ല, കുഞ്ഞിനെ ഞാൻ ഇരുന്ന് പാല് കൊടുക്കും. എന്തൊക്കെ വന്നാലും കുഴപ്പമില്ല. പലപ്പോഴും നമ്മൾ മൂഡ് സ്വിങ്സ് വരുമ്പോൾ അത് നമ്മുടെ മിൽക്ക് സപ്ലൈനെ അഫക്റ്റ് ചെയ്യും. അപ്പോൾ പലരും പറയും നീ ദേഷ്യപ്പെടരുത്, നീ കരയരുത്, പാല് കുറയും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. വിച്ച് ഇസ് ആക്ച്വലി അഗൈൻ ട്രൂ. അപ്പോൾ ആ പാല് കുറയാണ്ടിരിക്കാൻ നമ്മൾ എന്തായിരിക്കണം? നമ്മൾ മാക്സിമം കാമായിരിക്കണം, ഹാപ്പി ആയിരിക്കണം. ഹാപ്പി ആയിരിക്കുക എന്ന് പറയുന്നത് പലപ്പോഴും ഒരു എഫേർട്ടാണ്. സങ്കടപ്പെടാൻ ഈസി അല്ലേ? എല്ലാവർക്കും സങ്കടപ്പെടാൻ ഭയങ്കര ഈസി അല്ലേ? ആൻഡ് വല്ല കോഴ്സ് ഹൗ ടു ബി സാഡ് എന്ന് പറയുന്നത് ആരെങ്കിലും ബുക്ക് എഴുതും? ഹൗ ടു ബി എ ഫെയിലിയർ എന്ന് പറയുന്നത് ആരെങ്കിലും ബുക്ക് എഴുതിയിട്ടുണ്ടോ? ഇല്ല, ബിക്കോസ് അതൊക്കെ നമുക്ക് അറിയാം അല്ലേ? ബട്ട് ഹൗ ടു ബി ഹാപ്പി, ഹൗ ടു ബി സക്സസ്ഫുൾ, ഇതൊക്കെ ആൾക്കാർ ബുക്ക് എഴുതും. ബിക്കോസ് ഇതെല്ലാവർക്കും അറിയണമെന്ന് താല്പര്യമുള്ളൊരു കാര്യമാണ്. കഷ്ടപ്പെട്ടാണ് നമ്മൾ ഹാപ്പി ആവാൻ ശ്രമിക്കേണ്ടത്. ബിക്കോസ് ഇറ്റ് ഈസ് എ ഹാബിറ്റ്. ഹാപ്പിനെസ് ക്യാൻ ബിക്കം എ ഹാബിറ്റ്. ഇപ്പം ഞാൻ ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങി, ഇതൊരു കൂലുള്ള ഇരിപ്പാണ് അല്ലേ? ഇത് ഞാൻ ഇങ്ങനെ ഇരുന്നോണ്ടേ ഇരുന്നാൽ ഇതെൻ്റെ ഹാബിറ്റായി. ദിസ് വിൽ ബിക്കം ഹു ഐ ആം. പക്ഷെ നേരെ ഇരിക്കാന്ന് വെച്ചാൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. എങ്കിലും ഇത് ഞാൻ ഒരു 4-5 ദിവസം അടുപ്പിച്ച് കോൺഷ്യസ്ലി ഞാൻ നേരെ ഇരുന്നാൽ
5-ാം ദിവസം ഞാൻ ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഇരിക്കോ എങ്ങനെ ഇരിക്കും കറക്റ്റ്. അതേപോലെ തന്നെയാണ് ഒരു ഡിസിപ്ലിൻ വേണം. നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുമ്പോഴുള്ള ഡിസിപ്ലിൻ പോലെ തന്നെ നമ്മുടെ ബ്രെയിനും ഒരു മസിലാണ്. എവറി ടൈം യു ആർ തിങ്കിങ് സംതിങ് ന്യൂ neurons are actually firing new pathways to create that attitude in you. ഒരു പുതിയ thought. So imagine there is a strong wire of I am not good എന്ന് പറയുന്ന ഒരു സ്ട്രോങ്, ഈ മുടിയാണെന്ന് വിചാരിക്കുക, ഇതൊരു ന്യൂറൽ പാത്വേ. ഓക്കെ, അപ്പോൾ ഇല്ലാത്തൊരു ന്യൂറൽ പാത്വേ എന്താണ്? ഐ ആം ഹാപ്പി എന്നുള്ളൊരു സാധനം ഇല്ല അവിടെ. അപ്പോൾ നമ്മൾ ആദ്യം ഹാപ്പി എന്ന് ചിന്തിക്കുമ്പോൾ ഒരു നാലാണ് പോവുക. ഇവിടെ ഓൾറെഡി ഇത്രയും തിക്കായിട്ടുള്ള ഒരു നാല് നെഗറ്റീവ് പോകുന്നുണ്ട്. അപ്പോൾ പോസിറ്റീവിലാക്കണമെങ്കിൽ ദ മോർ യു തിങ്ക്, ഒരു ഹെയർ സ്റ്റാൻഡ് അതിൻ്റെ കൂടെ പോകുന്ന പോലെ ആ ന്യൂറൽ പാത്വേ ബിക്കം സ്ട്രോങ്ങർ ആൻഡ് സ്ട്രോങ്ങർ. ആൻഡ് വൺ ഡേ നിങ്ങൾ പോലും ചിന്തിക്കാണ്ട് നിങ്ങളുടെ മനസ്സ് പറഞ്ഞുകൊണ്ടിരിക്കും, ഐ ആം എ ഹാപ്പി പേഴ്സൺ, ഐ ആം എ ബ്യൂട്ടിഫുൾ പേഴ്സൺ, റൈറ്റ്? സോ ഓൾമോസ്റ്റ് കുറേ കാര്യങ്ങൾ എന്ത് മെസ്സേജ് ആണ് ഇപ്പോൾ കുറേ ആൾക്കാർ യു നോ ദാറ്റ് യു ആർ എ മച്ച് ബിസി പേഴ്സൺ, അതിൻ്റെ ഇടയിൽ ഫിറ്റ്നസ്സും കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് നോർമൽ അല്ലാത്ത ഒരാൾ അല്ലെങ്കിൽ ബിസി സ്കെഡ്യൂൾ ഇല്ലാത്തൊരു പേഴ്സൺസ് എപ്പോഴും പറയുന്നൊരു മാറ്റമാണ് എനിക്ക് സമയമില്ല പലപ്പോഴും പറയാറുണ്ട്. സോ അല്ലെങ്കിൽ എനിക്ക് അതിനോടൊരു പാഷൻ തോന്നിയിട്ടില്ല. ഓക്കെ, അപ്പോഴും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടാവും. ഈ ഒരു ഫിറ്റ്നസിൻ്റെ കാര്യം വരുമ്പോൾ ദേ ഡോണ്ട് ഹാവ് എനഫ് ടൈം, റൈറ്റ്? അപ്പോൾ എന്ത് മെസ്സേജാണ് പറയാനുള്ളത്? ഈ ഒരു ചെറിയൊരു എക്സ്ക്യൂസ്, ദേ വിൽ ബി ഡൂയിങ് ഇനഫ് മൾട്ടി തിങ്സ്. പക്ഷേ ഈ ഒരു കാര്യം ഒരു ഹാഫ് ആൻ അവർ വോക്ക് ചെയ്യാം അല്ലെങ്കിൽ ഡയറ്റ് കൺട്രോൾ ചെയ്യാന്ന് പറയുന്നത് ലേഡീസിൻ്റെ കാര്യം പറയാമെന്നുണ്ട്. മെജോറിറ്റി ബാക്കിയുള്ള ഹസ്ബൻഡിൻ്റെ അല്ലെങ്കിൽ ചിലത്തെ കുട്ടികളൊക്കെ കാര്യങ്ങൾ നോക്കും. സോ ദേ നോട്ട് ബി ടേക്കിംഗ് ദെയർ ഓൺ ബോഡി, റൈറ്റ്? അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്ക് എന്ത് മെസ്സേജാണ് പറഞ്ഞു കൊടുക്കാനുള്ളത്? ഫിറ്റ്നസ് എന്ന് പറയുന്നത് പലരുടെ വിചാരം ആക്ടേഴ്സ് അല്ലെങ്കിൽ അത്ലീറ്റ്സ്, ക്രിക്കറ്റ് പ്ലെയേഴ്സ്, ഫുട്ബോൾ പ്ലെയേഴ്സ്, അങ്ങനെ ആക്റ്റീവായിട്ടിരിക്കുന്ന ഡാൻസേഴ്സ്, ഇവരൊക്കെ ചെയ്യുന്ന കാര്യമില്ലേ നമ്മളൊക്കെ ഇങ്ങനെ ഫിറ്റ്നസ് എന്ന് പറയുന്നത് പോലെ പലരുടെ ഒരു മിസ്കൺസെപ്ഷൻ ഉണ്ട്. രണ്ടാമത് ജെന്വലി അവർക്ക് സമയം ഉണ്ടാവില്ല. ഇപ്പോൾ ഒരു അമ്മയുടെ നോർമൽ ഒരു വീട്ടിലിരിക്കുന്ന ഒരു അമ്മയോ അല്ലെങ്കിൽ ഫുൾ ടൈം വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്ന ഒരു ബാച്ചിലറോ ആണെങ്കിൽ അവർ രാവിലെ എഴുന്നേറ്റ് അവർ ഫുഡ് ഉണ്ടാക്കുന്നു, ജോലിക്ക് പോകുന്നു, ജോലി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഒരു സമയമായിട്ടുണ്ടാവും, അവർ കിടന്നുറങ്ങുന്നു, അവർക്ക് ടൈം കിട്ടത്തില്ല ആക്ച്വലി. സോ അവർ സമയമില്ല എന്ന് പറയുന്നത് ചിലപ്പോൾ ജെന്വൻ ആയിട്ടായിരിക്കും. അവിടെയാണ് നിങ്ങളുടെ പോലത്തെ ആപ്സിൻ്റെയും നിങ്ങളുടെ പോലത്തെ കപ്പിൾസിൻ്റെയൊക്കെ ഒരു ഇന്റർഫിയറൻസ് വരുന്നത്. സോ വാട്ട് വി ഡു ഇസ്, I mean, you guys should do is study their life. അവർക്ക് എവിടെയായിരിക്കും ആ ടൈം കിട്ടുക? ചിലപ്പോൾ ഓഫീസിലായിരിക്കും ആ ഒരു 1 hour ലഞ്ച് ബ്രേക്ക് കിട്ടുന്നതെന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ ഡോണ്ട് സ്റ്റാർട്ട് വിത്ത് 1 hour or half an hour workout. Start with a 5-minute workout. 5-minute workout for maybe 1 week. So they get a hang of it. പിന്നെ അത് 10 minutes ആക്കുക. See, 10 minutes might look small. പക്ഷെ എൻ്റെ അടുത്ത് നിങ്ങൾ ഡെലിവറി കഴിഞ്ഞിട്ട് 10 minutes നടക്കാൻ പറയുമ്പോൾ ഞാൻ കിതയ്ക്കും. ബിക്കോസ് എനിക്ക് 10 minutes നടക്കുന്നത് എനിക്ക് വലിയ കാര്യം. സോ വി ഷുഡ് ഓൾവേസ്, ദർ ഇസ് എ ബുക്ക് കോൾഡ് അറ്റോമിക് ഹാബിറ്റ്സ്. ഹാവ് യു റെഡ് ഇറ്റ്? സോ ഈ ഒരു ബുക്ക് ഐ സേ വൺ ഓഫ് മൈ ഫേവറേറ്റ് ബുക്സ് ആണ് അറ്റോമിക് ഹാബിറ്റ്സ്. ആൻഡ് ദർ ഇസ് ലോട്ട് ഓഫ് അതർ ബുക്സ്. പക്ഷെ അറ്റോമിക് ഹാബിറ്റ്സ് നിങ്ങൾ ആരെങ്കിലും വായിച്ചിട്ടില്ലെങ്കിൽ പ്ലീസ് ഡു റീഡ് ഇറ്റ് ബിക്കോസ് ഇറ്റ് റിയലി ഇമ്പാക്റ്റഡ് മൈ ലൈഫ്. ഇപ്പം നിങ്ങൾക്ക് രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് തുടങ്ങണം, പക്ഷെ നിങ്ങളുടെ ലൈഫിൽ ഓൾറെഡി നിങ്ങൾ എഴുന്നേക്കുന്നത് 10 മണിക്കാണെങ്കിൽ ഡോണ്ട് സ്റ്റാർട്ട് മേക്കിംഗ് അപ്പ് 5 in the morning. 5 മണിക്ക് എഴുന്നേക്കണം, നാളെ തൊട്ട് 5 മണിയല്ല. നെവർ ഡു ദാറ്റ്. അറ്റോമിക് ഹാബിറ്റ്സിൽ പറയുന്നത്, അറ്റോമിക് എന്ന് വെച്ചാൽ എന്താണ്? ഒരു ആറ്റം എത്ര ചെറുതാണ്? ചെറിയ ആറ്റമാണ്. ചെറിയ 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 സ്റ്റെപ്പ് ആയിരിക്കണം. ഇപ്പം ഞാൻ ഇവരുടെ അടുത്തേക്ക് നടക്കണമെങ്കിൽ ചാടി അങ്ങോട്ട് പോയാൽ ചിലപ്പോൾ എൻ്റെ കാലൊടിയും. അതൊക്കെ നടന്ന് അങ്ങോട്ട് പോയാൽ ഐ വിൽ റീച്ച് സേഫ്ലി എന്ന് പറയുന്നത് പോലെ നാളെ തൊട്ട് 5 മണിക്ക് എഴുന്നേക്കാൻ നിങ്ങൾ പ്ലാൻ ചെയ്യരുത്. 10 മണി പതുക്കെ 9:50 ആക്കിക്കോ, 9:45 ആക്കിക്കോ, 9:30. ഇറ്റ് വിൽ ടേക്ക് സം ടൈം. പക്ഷേ ഒരു 1 month കഴിയുമ്പോൾ നിങ്ങൾ പതുക്കെ 5 മണിക്ക് എത്തിയിട്ടുണ്ടാവും. സോ യുവർ ബോഡി നീഡ്സ് ടൈം. യുവർ ബോഡി ഹാസ് എ ബയോളജിക്കൽ ക്ലോക്ക് ആൻഡ് സംടൈംസ് യുവർ ബോഡി നോസ് വാട്ട് ഈസ് ഗുഡ് ഫോർ യു. ഞാൻ പ്രഗ്നൻ്റ് ആയപ്പോൾ അറിയാണ്ട് തന്നെ ഞാൻ അങ്ങനെ കോൺഷ്യസ് ആയിട്ടുള്ള ആളല്ല. ലൈക്ക് ആൾക്കാരുണ്ടെങ്കിലും എനിക്കിപ്പോൾ ഒരു ഇരിക്കണം തോന്നി ഞാൻ അവിടെ ഇരിക്കും, അങ്ങനത്തെ ഒരാളാണ്. സോ ഐ ഫൗണ്ട് മൈസെൽഫ് ഡൂയിങ് സ്ട്രെച്ചസ് ലൈക്ക് ചില പോസസിലൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ ശ്രീനിക്ക് ടെൻഷൻ, നീ എന്തി കാണിക്കുന്നത് എന്നൊക്കെ ചെയ്യും. ഞാൻ പറയും ഇറ്റ് ജസ്റ്റ് ഫീൽസ് ഗുഡ് എന്ന് പറയും. ലൈക്ക് സംടൈംസ് യു നീഡ് ടു ലിസൺ ടു യുവർ ബോഡി ആസ് വെൽ.
അപ്പം നിങ്ങൾ തന്നെ ചിലപ്പോൾ അറിയാണ്ട് ഇപ്പം ഈവൻ ഇഫ് യു ആർ ഡൂയിങ് ഒരു കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ പോലും ഡിസൈഡ് ടു സ്റ്റാൻഡ് അപ്പ് ആൻഡ് ഡു ദാറ്റ് വർക്ക് ഫോർ സം ടൈം. If you are doing this workout, you can buy a ball, like I said. You can sit on that ball, do the rounds and all those things. But how to incorporate both together? Make your work also more active and more fun. നമ്മളെല്ലാവരും ഇപ്പോൾ കൂടുതൽ ഇരുന്ന് ചെയ്യുന്ന പണികളാണ്. സോ അതിനെയും മാക്സിമം അല്ലെങ്കിൽ ഇടയ്ക്ക് ഒരു 5 minutes you can tell them ഒരു 5 minutes അല്ലെങ്കിൽ ഹാഫ് ആൻ അവർ കഴിയുമ്പോൾ ഒന്ന് എഴുന്നേറ്റ് ബോഡി ഒന്ന് സ്ട്രെച്ച് ചെയ്യുക, നെക്ക് റോൾ ചെയ്യുക, shoulders are going to stretch here, so you're always active and not sitting in a same position. And also never judge somebody who's not working out because they have their reasons, because namakku adu judge cheyanum pattilla. So it's all their own decision. Ippam innathe interview il ningal Sai Pallavi interview, she decided not to wear makeup and we love her. But if I decided to wear makeup, adu ഒരാളുടെ ചോയ്സ്. അപ്പോൾ ഇറ്റ്സ് ഓൾ പീപ്പിൾസ് ചോയ്സസ്, ഇറ്റ്സ് ഓൾ അവർ ലൈഫ്സ്. അപ്പോൾ വി ഷുഡ് അക്സെപ്റ്റ് എവറിബഡി ദ വേ ദേ ആർ, വെദർ ദേ ആർ ഓൺ ദ ലൈക്ക് എന്താ പറയുക ഹെവിയർ സൈഡ് ഓർ ദ തിന്നർ സൈഡ്, ബിക്കോസ് ഡീപ്പ് ഇൻസൈഡ് ഓൾ ദീസ് ദർ ഇസ് എ ഹ്യൂമൻ ബീയിങ്. ആ ഹ്യൂമൻ ടച്ചാണ് ആക്ച്വലി നിങ്ങൾ പറയുന്നില്ലേ, ഒരു ഹ്യൂമൻ ടച്ചാണ് നിങ്ങളുടെ ആപ്പിലുള്ളത്. സോ ദ മിനിറ്റ് യു ഗിവ് ദാറ്റ് ഹ്യൂമൻ ടച്ച്, യു വിൽ ലവ് ദാറ്റ് പേഴ്സൺ ഹൂ ദേ ആർ, ഇറസ്പെക്റ്റീവ് ഓഫ് what they are looking like. അറ്റോമിക് ഹാബിറ്റ്സിന്റെ കാര്യം നമുക്ക് എനിക്ക് തോന്നുന്നു നമ്മുടെ ടീമിൽ ഞങ്ങൾ രണ്ടുപേരും അറ്റോമിക് ഹാബിറ്റ്സ് വായിച്ചിട്ടുണ്ട്. അത് ഒന്നും രണ്ടാമത്തെ തവണയും ചില പേജസ് മാത്രം അത് മാർക്ക് ചെയ്തിട്ടൊക്കെ വായിക്കാറുണ്ട്. 1% ബെറ്റർ എവറി ഡേ, അതാണ് ഞങ്ങൾ എപ്പോഴും ഫോളോ ചെയ്യുന്നൊരു കാര്യം. എനിക്ക് തോന്നുന്നു നമ്മുടെ ടീം ഒരൊറ്റ ക്വസ്റ്റ്യൻ കൂടി ഞങ്ങൾ കാണുന്നത്. ഇപ്പം ഒരൊറ്റ ക്വസ്റ്റ്യൻ കൂടി ഇപ്പം നമ്മളിന്ന് നമ്മളുടെ ആപ്പ് ലോഞ്ച് ചെയ്തു. അപ്പം പേളിയുടെ അതായത് 4.1 or 3 million ഫോളോവേഴ്സ് ഉണ്ട്. അപ്പം ഫോളോവേഴ്സിൻ്റെ അടുത്ത് നമ്മളുടെ ഈ ഫിറ്റ് വിത്ത് കപ്പിളിൻ്റെ ആപ്പിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? I think it's 4.6 million. സോറി അല്ലേ, എനിക്ക് ചിലപ്പോൾ കൺഫ്യൂഷനാണ്. 46 lakhs ആയിട്ടുണ്ട്. ആൻഡ് ഐ നെവർ സെലിബ്രേറ്റ് ദാറ്റ് നമ്പർ. എല്ലാവരും 4.6 4.5 ആവുമ്പോൾ എല്ലാവരും സെലിബ്രേറ്റ് ചെയ്യും. I never celebrate because I am always celebrating my rest of them, because I believe I've always valued all the numbers. അല്ലാണ്ട് ആ ഒരു നമ്പർ അല്ല, everybody is important to me എന്ന് പറയുന്നുണ്ട്. സോ ഈ ആപ്പ് ഒബ്വിയസ്ലി ഞാൻ എല്ലാ ബ്രാൻഡ്സായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ആളല്ല. ലൈക്ക് ഞാൻ ഏതൊരു ബ്രാൻഡാണെങ്കിലും ഐ സ്റ്റഡി ദം, ഐ ലുക്ക് ഇഫ് ദേ ആർ ജെന്വൻ. ഇപ്പം നിലു നിതാരനെ ഞാൻ എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യുന്നത്? ഇപ്പം ഞാൻ ചിലപ്പോൾ ഒരേ സ്കിൻ കെയർ തന്നെ ഞാൻ 4-5 എണ്ണം ഞാൻ ചൂസ് ചെയ്തിട്ട് ഞാൻ ചിലപ്പോൾ ആൾക്കാരിലേക്ക് എത്തിക്കും, ബിക്കോസ് അത് 4 നല്ലതായിരിക്കും. മനസ്സിലായോ? ലൈക്ക് ഐ ഡോണ്ട് മൈൻഡ് പ്രൊമോട്ടിങ് എ ഗുഡ് പ്രോഡക്റ്റ്, ബട്ട് ഇഫ് ദേ ആർ നോട്ട് ജെന്വിൻ ഐ ടേക്ക് ടൈം ടു സ്റ്റഡി ദം. അതേപോലെയാണ് നിങ്ങളെ ഞാൻ ലൈക്ക് ഹൗ ലോങ് ശ്രീനിയായിട്ട് നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഐ ഹാവ് ബിൻ വാച്ചിങ് യു ഗൈസ്. നിങ്ങളുടെ പേജിൽ കയറുമ്പോൾ ഐ സീ ദാറ്റ് ജെന്വിനിറ്റി, ആ ഡെഡിക്കേഷൻ ആൻഡ് ദാറ്റ് ഫയർ ഇൻ യുവർ ഐസ്. ഇത് നിങ്ങൾക്ക് ചെയ്തെടുത്തേ പറ്റൂ. അപ്പോൾ ആ ഫയർ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്, ബിക്കോസ് നിങ്ങളുടെ ജോലി ഇസ് നോട്ട് ടു ക്രിയേറ്റ് എ പ്രോഡക്റ്റ്. യു ആർ ടേണിങ് യുവർ ക്ലൈൻറ്റ് into the product. You're molding somebody into the best version of themselves. That takes a lot of willpower. Everybody cannot become that. I think that's the reason why I wanted to associate with you. And ഇത് ഞാൻ ബിലീവ് ചെയ്യുന്നിടത്തോളം കാലം easily I can tell this to my audience, because ഞാൻ പറയുന്നതിലുപരി I think my audience will believe me if I'm saying it from my heart. I never plan my script. അപ്പോൾ ഞാൻ ഇത് ആപ്പ് ഷെയർ ചെയ്യുമ്പോൾ തന്നെ I think they will know പേളി ഇതിൽ എന്തോ കണ്ടിട്ടുണ്ട്, അതുകൊണ്ടായിരിക്കും പേളി ഇടുന്നതെന്നുള്ളൊരു ട്രസ്റ്റ് ഉണ്ട് എൻ്റെ അടുത്ത്. I think that is enough for you guys too. Thank you so much.